ആറന്മുളയിലെ ജനങ്ങൾ, പത്തനംതിട്ടയിലെ ജനങ്ങൾ അതിനെ ശക്തമായി എതിർത്ത് പരാജയപ്പെടുത്തും. കാരണം അങ്ങേയറ്റം നിയമവിരുദ്ധമായ വഴികളിലൂടെയാണ് നേരത്തെയും വിമാനത്താവളത്തെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായത്. തട്ടിക്കൂട്ടിയെടുത്ത പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് അടക്കമുള്ളവ കോടതികളിൽ ചോദ്യം ചെയ്തതാണ്. വിവരാവകാശ നിയമം അനുസരിച്ചിട്ട് ഞാൻ എടുത്ത രേഖയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും അന്ന് ഗ്രീൻ ട്രിബ്യൂണലിനടക്കം സമീപിച്ചത്. ചെന്നൈയിലെ ഗ്രീൻ ട്രിബ്യൂണലിൽ ഞാൻ അടക്കമുള്ളവർ കേസ് കൊടുത്തതാണ്. ആ കേസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഗ്രീൻ ട്രിബ്യൂണൽ വിധി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് അംഗീകാരമില്ലാത്ത ഒരു ഏജൻസി നടത്തിയ പഠനത്തിൻ്റെ പേരിൽ തള്ളിയെന്നല്ല, അതല്ല എൻ്റെ വസ്തുത. അങ്ങേയറ്റം അശാസ്ത്രീയമായും അബദ്ധജടിലവുമായി സംഘടിപ്പിച്ച ഒരു പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് അനുമതി നൽകുന്നതിലേക്ക് എത്തിയത്. എതിർത്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കണം എന്ന് പറയുന്നവർ കരുത്തന്മാരാണെന്ന് ഞങ്ങൾക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. അന്നത്തെ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ്, ഇന്ത്യൻ രാഷ്ട്രപതി അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിൽ പോലും ആറന്മുള വിമാനത്താവള പദ്ധതി നടപ്പിലാക്കും എന്ന് വന്നിരുന്നു. അപ്പോൾ ചെറിയ ആൾക്കാരല്ല, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ആ ബോധ്യത്തിന് അപ്പുറത്തുള്ള ബോധ്യമായിരുന്നു അവിടെ അങ്ങേയറ്റം നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത്. സംസ്ഥാന നിയമസഭയും പാർലമെൻറ്റും പാസാക്കിയ നിയമങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു വിമാനത്താവള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി അന്ന് രംഗത്തേക്കിറങ്ങിയത്. അത്തരമൊരു പദ്ധതി നടപ്പിലാക്കാൻ കഴിയുകയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല. ആ പദ്ധതി പ്രദേശം മുഴുവൻ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ ആണ് എന്നുള്ള ധാരണ ആർക്കും വേണ്ട. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് സർവേ നടത്തിയെന്ന് പറഞ്ഞു. ആരാണ് ഈ സർവേ നടപടികൾക്ക് അനുമതി കൊടുത്തത് എന്ന് പറയേണ്ടതുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ട്രേറ്റുമായി ബന്ധപ്പെട്ട് തന്നെ ചില ഉയർന്ന ഇടപെടൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ചില ഉയർന്ന ഇടപെടലുകൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനധികൃതമായി സർവേ നടപടികൾ നടത്താൻ അനുവാദം കൊടുത്തതാര്? അങ്ങനെ അനധികൃതമായി നടത്തിയ സർവേയെക്കുറിച്ചുള്ള കൃത്യമായി ഇടപെടൽ നടത്താൻ ജില്ലാ ഭരണകൂടം മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നതേയില്ല. അവിടെയുള്ള ഞാൻ ഇപ്പോൾ തന്നെ പ്രാഥമികമായി മനസ്സിലാക്കുമ്പോഴാണ് 150ഓളം ഏക്കർ ഭൂമി ഈ കഴിഞ്ഞ വർഷവും കരമടച്ച് ഓരോ വ്യക്തികളുടെയും കൈകളിലുള്ളതാണ്. 150 ടണ്ണിലധികം നെല്ല് അവിടെ നിന്ന് കൊണ്ടുപോയതിൻ്റെ രേഖകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ വർഷം അവിടെ കൃഷി, ഈ കഴിഞ്ഞ സീസണിലും കൃഷി നടന്ന ഇടങ്ങളുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമി അവിടെയുണ്ട്. അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായി തന്നെ വൈദ്യുതി വകുപ്പ് അടക്കമുള്ളവരുടെ സഹായത്തോടു കൂടി ഡീവാട്ടറിംഗ് ഉൾപ്പെടെ നടത്തി പെട്ടിയും പറയും ഉപയോഗിച്ച് അവിടെ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും കൃഷി വകുപ്പ് ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെല്ലാം ചെയ്യുന്നവരിടത്ത് അനധികൃതമായി സർവേ നടത്താനും ആ സർവേയുടെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി ഉണ്ടാവുന്നു എന്ന് പ്രഖ്യാപിക്കാനും ആരാണ് ഒരാൾക്ക് അനുവാദം കൊടുക്കുന്നത്? നിയമവാഴ്ച നടക്കുന്ന ഒരു സംസ്ഥാനമാണ് എങ്കിൽ ഇങ്ങനെ ഒരാൾ പ്രഖ്യാപിക്കുമ്പോൾ ഇടപെടാനൊരു ഭരണകൂടം തയ്യാറാവേണ്ടതുണ്ട്. ഇവിടെ സംസ്ഥാന ഭരണകൂടവും ജില്ലാ ഭരണകൂടവും ഈ ദിവസങ്ങളിൽ പുലർത്തുന്ന മൗനം അങ്ങേയറ്റം സംശയാസ്പദമാണ്, അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. അതെല്ലാം അതിനോടൊന്നും പൊരുത്തപ്പെടാൻ കഴിയുകയില്ല. ആറന്മുളയിലെ വയലുകൾക്ക് വധശിക്ഷ വിധിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ ഞങ്ങളത് നടപ്പിലാക്കി കൊടുക്കാം എന്ന് പറയുന്ന ആരാച്ചാർമാരായി ഒരു ഭരണകൂടം രംഗത്തേക്കിറങ്ങിയാൽ അതിനെയൊക്കെ ശക്തമായി എതിർത്ത് പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. നിയമവിരുദ്ധമായ ഒരു കാര്യത്തോടും അംഗീകരിക്കാൻ പറ്റുകയില്ല. ആ ഭൂമിയിൽ ഒരു IT പാർക്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഒരു ഫയൽ എൻ്റെ മുമ്പിൽ തന്നെ വന്നിരുന്നതാണ്. ഒരു കാരണവശാലും നിയമവിരുദ്ധമായ ഒരു പരിപാടിക്ക് തുല്യം ചാർത്തി കൊടുക്കുകയില്ല എന്നുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശക്തമായ വിയോജിപ്പ് ആ ഫയലിനകത്ത് രേഖപ്പെടുത്തിയതാണ്. ഒരുപാട് തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തി. പലയിടങ്ങളിലും അവർ ഓഫറുകളുമായി നീങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു. ഒരു തരത്തിലും ഇത്തരക്കാരോട് സന്ധി ചെയ്യുന്ന സമീപനം ഉണ്ടാവുകയില്ല എന്നതായിരുന്നു ആ ഗവൺമെൻറ് നിലപാട്. 10 കൊല്ലവും ഒരു ഡ്രോണും ആറന്മുളയിൽ പറന്നില്ല. 10 കൊല്ലവും കച്ചവടത്തിൻ്റെ ഒരു രീതിയും വന്നില്ല. പലയിടങ്ങളിലും അവർക്ക് പിന്തുണയും പിൻബലവും കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോഴും അതൊന്നും അന്ന് യാഥാർത്ഥ്യമായതേയില്ല. 10 കൊല്ലം കഴിയുമ്പോൾ പഴയ രീതിയിലെല്ലാം പൊടി തട്ടിയെടുത്ത് ഞങ്ങൾക്ക് വീണ്ടും കച്ചവടം നടത്താൻ കഴിയും എന്ന് കരുതിയാൽ ആറന്മുള കണ്ടത് ഉജ്ജ്വലമായ സമരമായിരുന്നു. കേരളത്തിൽ തന്നെ മാതൃകയായൊരു സമരമാണ് ആറന്മുളയിൽ നടന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അന്ന് ഭരണകക്ഷിയുടെ ഭാഗമായി നിന്ന കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ പോലും സമരരംഗത്തേക്കെത്തി ഗ്രീൻ ട്രിബ്യൂണലിലേക്ക് കേസ് കൊടുക്കാൻ തന്നെ അവരെല്ലാം തയ്യാറാവുന്ന തരത്തിലേക്ക് അങ്ങനെ വലിയൊരു യോജിപ്പോടുകൂടി ഒരു സമരം നടത്തിയിട്ടാണ് ആ സമരത്തിൻ്റെ ഫലമായിട്ടാണ്
ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയെ അവിടെ നിന്ന് ഒഴിവാക്കിയത്. പരിസ്ഥിതിയെ അങ്ങേയറ്റം തകർക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിക്ക് എങ്ങനെയാണ് തുല്യം ചാർത്തി കൊടുക്കാൻ കഴിയുക അല്ലെങ്കിൽ പിന്തുണ കൊടുക്കാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാവുന്ന കാര്യമേ അല്ല. ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഗവൺമെൻറ് പറയേണ്ടത് അനിവാര്യമാണ്. ഇക്കാര്യത്തിനകത്ത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുള്ളതിനെ കാര്യത്ത് ശക്തമായ നടപടിയെടുക്കാൻ തയ്യാറാവുകയും വേണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സർക്കാരിൻ്റെ ഭൂമിയും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയുമുണ്ട്. ഞങ്ങളെല്ലാം കോഴഞ്ചേരി താലൂക്ക് ലാൻഡ് ട്രിബ്യൂണലിൻ്റെ മുമ്പാകെ അടക്കം ഉള്ളിടത്തിൽ കേസുകളെല്ലാം കൊടുത്തവരാണ്. പരാതിക്കാരനായി നിന്ന ഒരാളാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനും. ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ്, കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഉൾപ്പെടെ നിരവധി തവണ ലാൻഡ് ട്രിബ്യൂണലിൻ്റെ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഈ കേസുമായി പോയി, പരാതിയുമായി പോയി, ഹിയറിങ്ങിനെല്ലാം ബന്ധപ്പെട്ട് നിന്നിട്ടാണ് ഈ മിച്ചഭൂമിയാണ് എന്നുള്ളതിലേക്ക് എത്തിയതെല്ലാം. അവിടെ ഹൈക്കോടതിയിലെ ഉത്തരവുകളുണ്ട്, സുപ്രീം കോടതിയിലെ ഉത്തരവുകളുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കോഴഞ്ചേരി താലൂക്കിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ മിച്ചഭൂമിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഉത്തരവുകൾ, അത് ഗവൺമെൻറ് ഭൂമിയായി ഏറ്റെടുത്തത്, അതിനെ ചിലപ്പോൾ കോടതിയിൽ ചോദിച്ചു. പക്ഷേ ഇപ്പോഴും നിലവിൽ ആ സ്റ്റാറ്റസിലാണ് നിൽക്കുന്നതെല്ലാം. അങ്ങനെ സർക്കാരിൻ്റെ ഭൂമിയും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയുമുള്ളവരിടത്ത് ഒരാൾ വന്നു നിന്ന് ഡ്രോൺ പറത്തുന്നു, ഞാൻ സർവേ നടത്തുന്നു എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നു, എനിക്ക് പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന ഇത്തരമൊരു കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായ ആൾക്കാർ മൗനം പാലിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. കുറ്റകരമായ മൗനമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന ഭരണകൂടത്തിൻ്റെയും ഭാഗത്തു നിന്ന് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്.